ഇറാൻ ഇസ്രയേൽ യുദ്ധം രാജ്യാന്തര തലങ്ങളിൽ മാത്രമല്ല സാധാരണക്കാരായ മനുഷ്യരെയും നേരിട്ട് തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പ് കാലത്ത് യുദ്ധം ഏത് തരത്തിലാണ് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഞങ്ങൾ. എന്നോടൊപ്പം ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു മധ്യവയസ്ക ചേരുന്നു. എന്താ ചേച്ചി പേര്? സുഗന്ധി. എവിടെ സ്ഥലം? പരശുവയ്ക്കൽ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുറവ്. ഈ യുദ്ധം നടക്കുന്ന അറിയാലോ. യുദ്ധം നടക്കുന്നു. അത് എങ്ങനെയാ നിങ്ങളെ എങ്ങനെയാ ബാധിച്ചേക്കുന്നത്? ഇപ്പൊ ഒരുപാട് ബാധിച്ചിരിക്കുന്നു. ഹോട്ടലുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഹോട്ടലിൽ ചായ കുടിക്കാൻ വരുന്നവരാണ് കൂടുതൽ ടിക്കറ്റുകൾ എടുക്കുന്നത്. അങ്ങനെ കച്ചവടങ്ങളെല്ലാം കുഴപ്പമായി. അത് നിങ്ങളെ ബാധിക്കും? നല്ല ബാധിക്കുന്നു. വീട്ടിൽ ഗ്യാസാണോ പറ? എങ്ങനെയാ വീട്ടിൽ ഗ്യാസ് കിട്ടുന്നുണ്ടോ? എല്ലാ പാട് തന്നെ കിട്ടാൻ പാട്. എങ്ങനെയാണ് പകരം? പണ്ടതുപോലെ വിറകിന്റെ വിറകിനെ ആശ്രയിക്കേണ്ടി വരുന്നു. വിറകുണ്ടോ? വീട്ടിലുണ്ടോ? വിറകുമില്ല. വിലക്ക് മേടിക്കണം. വിലക്ക് വാങ്ങണം. പരശുവയ്ക്കലൊക്കെ വിറകുള്ള സ്ഥലമല്ലേ? ഇല്ല, നമുക്ക് അവിടെ ഇല്ല. നമ്മൾ താമസിക്കുന്നില്ല. അപ്പൊ ഇനി ചായക്കടകൾ തുറന്നാലേ പ്രതീക്ഷയുള്ളൂ. ചായക്കടകൾ തുറന്നാലേ പ്രതീക്ഷയുള്ളൂ. അപ്പൊ ഈ ടിക്കറ്റ് മിച്ചം വരാറുണ്ടോ? ടിക്കറ്റ് മിച്ചം വരാറുണ്ട്. അപ്പൊ അത് നഷ്ടമാകത്തില്ലേ? നഷ്ടം. അപ്പൊ എണ്ണം കുറച്ചിട്ടുണ്ടോ എടുക്കുന്ന ടിക്കറ്റ്? എണ്ണം കുറച്ച്, എന്നാലും വിൽക്കാൻ പ്രയാസത്തിന് എണ്ണം കുറച്ചിട്ട്. അപ്പം യുദ്ധം തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ യുദ്ധത്തിന്റെ സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യുദ്ധം കൂടി വരുന്നു. അപ്പൊ അതാണ് സാഹചര്യം. അപ്പൊ അവരും വലിയ നിരാശയിലാണ്. കാരണം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഈ ലോട്ടറി ടിക്കറ്റുമായി സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാർ. നമുക്കറിയാം, അതുകൊണ്ട് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ കൂടിയാണ് യുദ്ധത്തിന്റെ ഈ ഇരുള് കരുതലിൽ വീഴ്ത്തുന്നത്. ക്യാമറമാൻ അരുൺ എമ്മിനൊപ്പം ഡാൻ കുര്യൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.